രണ്ട് മാസങ്ങൾക്കുള്ളിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കും. വരുന്ന നവംബർ, ഡിസംബർ മാസങ്ങളിലാണ് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏവരും ഉറ്റുനോക്കുന്ന രണ്ട് ജില്ലകൾ തിരുവനന്തപുരവും തൃശ്ശൂരുമാണ്. തിരുവനന്തപുരത്തും തൃശ്ശൂരും ശക്തമായ BJP നേതൃത്വം നൽകുന്ന ശക്തമായ ഒരു കക്ഷിയായി നിൽക്കുന്നു. പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് മിന്നുന്ന മുന്നേറ്റമാണ് BJP കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിക്കും എന്ന ധാരണ നിലനിൽക്കുന്നു. തൃശ്ശൂർ കോർപ്പറേഷനിലും BJPക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. അതുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ കലുക്ക് ചർച്ചയൊക്കെയായി തൃശ്ശൂർ കോർപ്പറേഷൻ പിടിക്കാൻ BJP മുന്നോട്ട് പോകുന്നത്. BJP തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുമോ എന്ന ചോദ്യം ബാക്കി. എന്നാൽ പൊളിറ്റിക്സ് കേരള നടത്തിയ സർവേ പ്രകാരം BJP തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കില്ല. BJPക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തവണയും അപ്രാപ്യമായി മാറും. 2015 BJPയുടെ ശക്തമായ മുന്നേറ്റം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടായത്. എങ്കിലും 35 സീറ്റ് നേടിയ CPM VK പ്രശാന്തിന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നു. 2020 CPM നേടിയത് 51 സീറ്റാണ്. അതിനർത്ഥം CPM ശക്തമായി, LDF നേടിയത് 51 സീറ്റാണ്. അതിനർത്ഥം CPM ശക്തമായ രീതിയിൽ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽപ്പെട്ട നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം സെൻട്രൽ എന്നിവിടങ്ങളിലാണ് BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കുതിപ്പ് നടത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ മുന്നേറ്റം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും BJPക്ക് ഏറ്റവും വലിയ അടിയായി മാറിയത് തിരുമല വാർഡ് കൗൺസിലർ അനിൽകുമാറിന്റെ ആത്മഹത്യയാണ്. നേതൃത്വത്തെ കൃത്യമായി കുറ്റപ്പെടുത്തിക്കൊണ്ട് ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ച ശേഷമാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. അത് BJPക്ക് വലിയ ഒരു തിരിച്ചടിയായി മാറി. BJP നേതൃത്വം നൽകുന്ന നിരവധി സഹകരണ സൊസൈറ്റികൾ ഇവിടുണ്ട്. ആ സഹകരണ സൊസൈറ്റികളെല്ലാം തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഇതെല്ലാം ജനങ്ങൾ തിരിച്ചറിയുന്നു. ഇതാണ് BJPയുടെ പരാജയത്തിന്, അടുത്ത തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ BJPയുടെ പരാജയത്തിന് പ്രധാന കാരണം. മറ്റൊന്ന് BJPയുടെ ഉള്ളിലുള്ള ഗ്രൂപ്പ് കളികളാണ്. സ്ഥാനാർത്ഥി മോഹികൾ ഒരുപാട് BJPക്കുണ്ട്. അവരെ നിയന്ത്രിക്കാൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിയുന്നില്ല. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായി വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷ കേന്ദ്ര നേതൃത്വം വെച്ച് പുലർത്തിയിരുന്നു. പക്ഷേ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി രാജീവ് ചന്ദ്രശേഖർ പ്രവർത്തിക്കുന്ന രീതിയാണ് കാണുന്നത്. തിരുമല വാർഡ് കൗൺസിലർ അനിൽകുമാറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ രാജീവ് ചന്ദ്രശേഖർ അവരോട് തട്ടിക്കയറുകയാണ് ചെയ്തത്. രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ മുതലാളിയായി നിൽക്കുകയാണ്. ഇതുവരെയും അദ്ദേഹം BJPക്കാരനായിട്ടില്ല, രാഷ്ട്രീയ പ്രവർത്തകനായിട്ടില്ല, മുതലാളിയായി തന്നെ നിൽക്കുകയാണ്. മറുവശത്ത് CPM അവർ പിടിച്ച മണ്ഡലങ്ങൾ സുരക്ഷിതമാക്കാനുള്ള ശ്രമത്തിലാണ്. ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ശ്രീവരാഹത്ത് നിന്നും CPI കാൻഡിഡേറ്റ് വിജയിച്ചത് LDFന് ഒരുപാട് ആത്മവിശ്വാസം നൽകുന്നു. കാരണം ശ്രീവരാഹത്ത് BJPയുമായി ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടത്തിയത്. BJP സർവ മിഷനറിയും എടുത്ത് പ്രയോഗിച്ചിട്ടും അവിടെ LDF വിജയക്കൊടി നാട്ടുകയായിരുന്നു. അതോടുകൂടി LDF ശക്തമായ രീതിയിൽ തന്നെ തങ്ങളുടെ മണ്ഡലങ്ങൾ നിലനിർത്തുകയും BJP കഴിഞ്ഞ തവണ പിടിച്ചെടുത്ത മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാനുള്ള നീക്കം ആരംഭിക്കുകയും ചെയ്യുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് CPM ഇപ്പോഴേ തയ്യാറായി കഴിഞ്ഞു. LDF ഇപ്പോഴേ തയ്യാറായി കഴിഞ്ഞു. BJPക്ക് ഇപ്പോഴും സ്ഥാനാർത്ഥി മോഹികൾ കാരണം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനോ ഒരു ഒറ്റക്കെട്ടോടെ മത്സര രംഗത്ത് ഇറങ്ങാനോ കഴിയുന്നില്ല. അതിനിടയിലാണ് കൂനിന്മേൽ കുരു പോലെ അനിൽകുമാറിന്റെ ആത്മഹത്യ വന്നു വീണത്. അനിൽകുമാറിന്റെ ആത്മഹത്യയ്ക്ക് പിന്നിൽ BJP നേതൃത്വമാണെന്ന് അദ്ദേഹം വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അദ്ദേഹം നടത്തിയ സൊസൈറ്റി തകർന്ന് തരിപ്പണമായി, കോടികളുടെ കടക്കാരനായി അദ്ദേഹം മാറി.
പോലീസ് കേസായി. പോലീസ് കേസായപ്പോൾ BJP നേതാക്കൾ കൈയൊഴിഞ്ഞു. ഇതാണ് അനിൽകുമാറിന് പറ്റിയതും അദ്ദേഹം ആത്മഹത്യയിലേക്ക് പോയതും. ഇതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രം BJPയുടെ നിരവധി സഹകരണ സംഘങ്ങൾ അവിടെ തീവട്ടി കൊള്ളയാണ് നടക്കുന്നത്. ഇതൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചത് CPM-കാരല്ല BJP പ്രവർത്തകർ തന്നെയാണ്. അനിൽകുമാറിന്റെ ആത്മഹത്യ വൈകാരികമായാണ് BJP പ്രവർത്തകർ കാണുന്നത്. BJP നേതൃത്വത്തിന്റെ നിഷേധാത്മകമായ നിലപാടാണ് അനിൽകുമാറിന്റെ ആത്മഹത്യക്ക് കാരണമെന്ന് BJP പ്രവർത്തകർ തന്നെ സോഷ്യൽ മീഡിയയിൽ പറയുന്നു. അവരെ നിയന്ത്രിക്കാൻ BJPക്ക് കഴിയുന്നില്ല. അനിൽകുമാറിന്റെ ആത്മഹത്യ ഒരായുധമാക്കി എടുക്കും CPM എന്നുള്ളതും ഉറപ്പാണ്. എന്തായാലും 2020 LDF നേടിയത് 51 സീറ്റാണ്. ആ 51 സീറ്റ് LDF നിലനിർത്തുകയും മറ്റ് സീറ്റുകൾ BJP ഭരിക്കുന്ന വാർഡുകളിലെ സീറ്റുകൾ പിടിച്ചെടുക്കുകയും ചെയ്യും എന്നുള്ളതാണ് പൊളിറ്റിക്സ് കേരള സർവേയിൽ തെളിഞ്ഞിരിക്കുന്നത്. തൃശ്ശൂരും BJP പിടിച്ചെടുക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം സുരേഷ് ഗോപിയുടെ കലുങ്ക് ചർച്ച പരാജയമായി മാറി. തൃശ്ശൂർ സർവേയുമായി പൊളിറ്റിക്സ് കേരള എത്തും.